നമസ്കാരം. ഇമ്മ്യൂണിറ്റി കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കുറേ മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. ഞാനിതിന് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ നിലവിലുള്ളത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ജ്യോതിഷിൻ്റെ സിനഫോ സൊല്യൂഷനിലാണ്. അപ്പോൾ ജ്യോതിഷിൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആവശ്യങ്ങൾക്കുള്ള PCകളൊക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കുകയും അതിൽ മാക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൊരു ഗംഭീര PC അസംബിൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം. ആദ്യം നമുക്ക് പ്രൊസസ്സർ പരിചയപ്പെടാം. ഇൻറ്റൽ i9 10th ജനറേഷനാണ് നമ്മുടെ പ്രൊസസ്സർ യൂസ് ചെയ്യുന്നത്. ഇതിന് 10 കോറുകളും 20 ത്രെഡുകളുമാണ് ഉള്ളത്. നമുക്കെന്തായാലും ബോക്സ് ഒന്ന് അഴിച്ചു നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് i9 9th ജനറേഷൻ്റെ ബോക്സാണ്. അപ്പോൾ ഈ ബോക്സ് കാണുമ്പോൾ തന്നെ വളരെ വലിയൊരു ബോക്സാണ്. മറ്റേ ബോക്സ് നിങ്ങൾ ആദ്യം കണ്ടു കഴിഞ്ഞു. ഇത് വളരെ രസകരമായിട്ടൊരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. അതിൽ എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള കവറും കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സിലാണ് i9ൻ്റെ 9th ജനറേഷൻ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ 10th ജനറേഷൻ എടുത്ത് നോക്കുമ്പോൾ അത് വളരെ വ്യത്യാസമാണ്. കുറച്ച് കൂടിയ പ്രൊസസ്സറാണെങ്കിൽ പോലും അതിൻ്റെ കവറിങ് പാക്കിംഗ് എന്നുള്ളത് അല്പം വ്യത്യാസമുണ്ട്. അടുത്തത് മദർ ബോർഡാണ്. മദർ ബോർഡ് Gigabyte Z490 UD എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് നമ്മൾ ഓൾറെഡി ബോക്സൊക്കെ അഴിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലത്തെ കവറും കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ വരുന്നത് LGA 1200 സോക്കറ്റാണ്. അതായത് 10th ജനറേഷൻ പ്രൊസസ്സറുകൾ സപ്പോർട്ട് ചെയ്യുന്ന സോക്കറ്റാണ് ഇതിനകത്ത് വരുന്നത്. 4 RAM സ്ലോട്ടുകളാണ് മദർ ബോർഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 128 GB RAM ടോട്ടലി ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് PC Express X16 സ്ലോട്ടാണ് വരുന്നത്. പുറകിൽ നമുക്ക് ഡിസ്പ്ലേ വരുന്നത് ഒരു HDMI പോർട്ടാണ്. പിന്നെ USB 3.1 ആയിട്ടുള്ള 3.1 ആണ് ബാക്കി സ്ലോട്ടുകൾ വരുന്നത്. 2 NVMe SSD സ്ലോട്ടുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നത് AMD റേഡിയോൻ്റെ 5700 XT എന്ന് പറയുന്നൊരു മോഡലാണ്. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇനി നമ്മൾ റാമുകൾ നോക്കാം. റിബ്ജോസ് എന്നുള്ള കമ്പനിയുടെ റാമാണ് യൂസ് ചെയ്യുന്നത്. DDR4 റാമാണ്. ഓരോന്നും 16 GB വെച്ചിട്ടുള്ള 4 റാമുകൾ, അതായത് 64 GB റാം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. $500 GB മുതൽ 1 TB ഓരോ SSDകളാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. 2 SSD ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. NVMe SSDകളാണ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ഗംഭീരമായിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ CPU ഫാനിന് പകരം ഹെവി പെർഫോമൻസുള്ള സാധനത്തിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് കൂളറാണ്. ഓൾ ഇൻ വൺ ലിക്വിഡ് കൂളർ എന്നാണ് ഇത് പറയുന്നത്. ഇതാണ് പ്രൊസസ്സറിനെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ലിക്വിഡ് സിസ്റ്റം, അതായത് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കാണ്. നമുക്ക് മാനുവലി വെള്ളം ഒഴിക്കുന്ന മോഡലൊക്കെ വേറെ ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ്. ഇതിനകത്ത് RGB ഫാനുകൾ വരുന്നുണ്ട്. ഇതും കൂടി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹെവി കമ്പ്യൂട്ടറുകൾ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതായത് നമ്മൾ പ്രൊസസ്സർ വാങ്ങുന്ന കൂട്ടത്തിൽ സാധനം ഉണ്ടാവില്ല, നമ്മൾ അഡീഷണലി വേറെ വാങ്ങണം. ഇനി ഇതെല്ലാം കൂടി അസംബിൾ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള നമ്മുടെ ക്യാബിനറ്റ് Matrexx 770 എന്ന് പറയുന്നൊരു മോഡലാണ്.
ഇനി നമുക്ക് എന്തായാലും ഇതെല്ലാം കൂടി അതിലേക്ക് ഫിക്സ് ചെയ്യാം. ഇത് ഫിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുത്തതല്ല, ഇത് നമ്മുടെ സുഹൃത്ത് അവിടെ നിന്ന് ബാക്കി എടുത്ത് അയച്ചതിനും സാധനമൊക്കെ എത്താൻ വേണ്ടി വൈകിയതുകൊണ്ട് ജ്യോതിഷനെ പിന്നീട് എടുത്ത് അയച്ചതെന്നാണ് വീഡിയോ. അതുകൊണ്ട് ഇത് വെർട്ടിക്കലായിപ്പോയി, അതുകൊണ്ട് ക്ഷമിക്കുക. എന്തായാലും അത് അസംബിൾ ചെയ്യുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. അങ്ങനെ അസംബ്ലിങ് കഴിഞ്ഞു. മാക്കോസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തു. കാരണം ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാനവർക്ക് വേണ്ടി സ്പെഷ്യലി ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും മാക്കും മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പീസ് അസംബിൾ ചെയ്തപ്പോൾ നമ്മുടെ സുഹൃത്തായതുകൊണ്ട് പുള്ളിയെ കൊണ്ട് വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകളുമായി മുന്നിലേക്ക് കമ്പ്യൂട്ടിംഗ് വീണ്ടും വരും. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.